ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബീറ്റ്റൂട്ട് കൊണ്ട് ഗോതമ്പാവും മൈദയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കലാട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കല്ലേ വീഡിയോയിലേക്ക് പോട്ടെ. അപ്പോൾ ചെറിയൊരു 3-4 ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 4-4 ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കി വീട്ടിൽ ഉപയോഗിക്കാൻ വെച്ചിട്ട് ഞാൻ 4 നുറുക്കുന്നുണ്ട് കേട്ടോ, ചെറുതാക്കിയിട്ട്. എന്നിട്ട് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായി ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ, ചെറുതാക്കിയിട്ട്. ഇതെല്ലാതും ഒരുവിധം നുറുക്കി അതിൻ്റെ ഇട്ടാ കണ്ട അതുപോലെ പീസുകളാക്കി നുറുക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വരാം. കണ്ട ഒരു മിക്സിയുടെ ജാറെടുക്കുക. അപ്പോൾ ആ നുറുക്കിയ പീസുകൾ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ട് വരാം. വെള്ളം ഒഴിച്ചിട്ട് ഇനി അടച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ട് ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അതിൽ നീര് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ആദ്യം നീരിൻ്റെ ആവശ്യം നമുക്കുള്ളൂ കേട്ടോ. അപ്പം നീര് പിഴിഞ്ഞെടുത്തിട്ട് മറ്റേത് കളയാം. അപ്പോൾ ഒരു വട്ടം അങ്ങനെ പിഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സാക്കി തിരുമ്പിയതിന് ശേഷം ഒന്നും കൂടിയും അടിച്ചിട്ട് വരാം കേട്ടോ. കാരണം നമ്മൾ അരിച്ച് കഴിഞ്ഞു കേട്ടോ. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കാം കേട്ടോ മുഴുവൻ. പിന്നെ അത് അരിച്ചെടുത്തതിന് ശേഷം കണ്ട ഒരു കപ്പ് ഗോതമ്പ് പൊടി ബൗളിലിട്ടു കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് മൈദപ്പൊടി, പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. പിന്നെ അതിലേക്ക് നമ്മൾക്ക് എണ്ണ കുറച്ചൊന്ന് പൊടിയൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കെല്ലാം കൂടി മിക്സാക്കി തിരുമ്പാട്ടാ. ഒന്ന് കൈ കൊണ്ട് തിരുമ്പിയതിന് ശേഷം നമുക്കൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ ഇതാ കൈ കൊണ്ട് തിരുമ്പിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ബീറ്റ്റൂട്ട് വെള്ളം ശരിയാക്കി വെച്ചില്ലേ, ആ വെള്ളം കൊണ്ട് ഇട്ടിട്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. അപ്പോൾ ആ കളറ് വരും ചെയ്യും ബീറ്റ്റൂട്ടിൻ്റെ. നമ്മൾ അരിച്ചിട്ട് അതിൻ്റെ ചണ്ടി കളഞ്ഞു. അപ്പോൾ ആ വെള്ളത്തിന് ആവശ്യമുള്ളത് ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അധികം വെള്ളം ആവണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി കുഴക്കണ പോലെ കേട്ടോ. ചപ്പാത്തി കുഴക്കണ ലൂസ് പാടുള്ളൂ, അതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ കറക്റ്റ് പാകമായിട്ട് കേട്ടോ. ഒരു ചപ്പാത്തി കുഴക്കണ പോലെ ഒരു സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഒരു പലയെടുത്തിട്ട് പലയാകുമ്പോൾ പരത്തിയെടുക്കാം കേട്ടോ. അതിൽ നിന്ന് ഓരോ പീസുകൾ ഇത്തിരി വലിപ്പത്തിലുള്ള പീസ് എടുക്കാം കേട്ടോ. വലുതാക്കി ഒരുവിധം ചപ്പാത്തിയുടെ പരത്തണ പോലെയല്ല, ഇത്തിരി വലിപ്പമുള്ള പീസ് എടുത്തിട്ട് നമുക്ക് അത് പലയാമ വെച്ച് നന്നായി പരത്തിയെടുക്കാം കേട്ടോ. പലയാമ ഇത്തിരി എണ്ണ തടവി കൊടുക്കാം കേട്ടോ, ഒട്ടി പിടിക്കണേന്. എന്നിട്ട് നമുക്ക് പലയാമ വെച്ചിട്ട് ഇതുകൊണ്ട് നന്നായി പരത്തി എടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റായി കാരണം നന്നായി പരന്ന് കിട്ടിയിട്ടുണ്ട്, റെഡി ആയിട്ട്. ഇനി 4 അരികം ഒന്ന് കത്തി കൊണ്ട് വരകിയിട്ട് ഒപ്പാക്കാനായിട്ട് അത് കത്തി കൊണ്ട് ഇങ്ങനെ വരകിയെടുക്കണത് കണ്ടോ. 4 പുറം ഒന്ന് കത്തി കൊണ്ട് വരകി അതിൻ്റെ ചതുരം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഒരേ സ്ക്വയർ പോലെ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ 3 ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കീറിയെടുക്കുക. എന്നിട്ട് സ്ക്വയർ പോലെ വെട്ടിയെടുക്കണം കേട്ടോ. നമുക്ക് ഏത് ആകൃതിയിലാണ് വേണ്ടെങ്കിൽ അതേ രീതിയിൽ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ സ്ക്വയർ ഇങ്ങനെ ഒരു കോണാകൃതിയിലാട്ടോ ഞാൻ വെട്ടിയെടുക്കുന്നത്. കണ്ടോ, അങ്ങനെ ചതുരം വെട്ടിയതിന് ശേഷം ഇതുപോലെ കോണാകൃതിയിൽ വെട്ടിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ പീസുകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്കിനി എല്ലാതും അതുപോലെ പീസുകളാക്കി എടുക്കാം കേട്ടോ. നല്ല പീസുകളാക്കി എടുത്തതിൻ്റെ ശേഷം നമ്മൾക്ക് ആ കോർക്കില്ലേ നമ്മുടെ കയ്യിലുണ്ടാവും, വീട്ടിലൊക്കെ ഉണ്ട്, എല്ലാവരും വീട്ടിലുണ്ടാവും ഒരുവിധം. ആ കോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ല ഡിസൈൻ പോലെ ബിസ്ക്കറ്റിൻ്റെ ഡിസൈൻ പോലെ അതിൻ്റെ മുകളിലുണ്ടാവും കേട്ടോ. കണ്ടോ, അതിനായിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ അങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ അത് നമ്മൾ വറുത്തെടുത്താൽ ആ ഡിസൈൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഡിസൈൻ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഓരോന്ന് ഒരു പ്ലേറ്റിലേക്ക് പറക്കി വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. മീത ഇട്ടാൽ ഒട്ടിപ്പിടിക്കണ കാരണമൊക്കെ ഇങ്ങനെ പരത്തി വെച്ചുള്ളത് കേട്ടോ. അപ്പം എല്ലാതും ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കണം ഇനി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം പരത്തി അതുപോലെ കോണ് പോലെ വെട്ടിയൊക്കെ ഡിസൈൻ കൊടുത്ത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ വെച്ച് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് പറക്കിയിടാം കേട്ടോ. അധികം ഫ്ലെയിം കൂട്ടിയൊക്കെ ഇരുന്നിട്ട് ഇടുമ്പോൾ കുറച്ചതിന് ശേഷം ഇടാം. എന്നിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടത്. കണ്ടോ, അപ്പോൾ ഒരു വിധമായിട്ടുണ്ട്, നല്ല വറവായിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ വേഗം ഇത് നല്ല കനം കുറഞ്ഞ് പരത്തിയതായില്ല, കാരണം വേഗം നമുക്ക് ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ട നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്, നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല കറുമുറുന്നനായിൻ്റെ.
അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എല്ലാവർക്കും ബൈ.